സോ അങ്ങനെ 1940s ആയപ്പോൾ നമ്മുടെ തിയോഡോറും ഹൊക്കൈമറും തിരിച്ചു വന്നു. എന്നിട്ട് അവരവരുടെ ഒരു തിയറിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറയുന്നത്, അവരുടെ കൺസെപ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തതെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള കൾച്ചർ സച്ച് ആസ് ടെലിവിഷൻസ് ആൻഡ് മ്യൂസിക് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് സൊസൈറ്റി, അതുപോലെ ഒരു പാസീവ് കൺസെപ്ഷൻ ആറ്റിറ്റ്യൂഡ് എങ്ങനെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത്. സോ അവർ പറയുന്നത് ഒരു റാഡിക്കലായിട്ടുള്ള സോഷ്യൽ ചേഞ്ചിൻ്റെ തടസ്സത്തിന് കാരണം എന്തൊക്കെയാണ്, കോൺസെൻട്രേഷൻ ക്യാമ്പും അതുപോലെ ടെലിവിഷൻ ഫോർ പീപ്പിൾ, ഈ രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ കാരണം. പിന്നെ അവർ പോപ്പുലർ കൾച്ചറിനെയും പറഞ്ഞു. അതായത് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത് ഈ റെക്കോർഡ് ആൽബംസും ഫിലിംസും ഇമേജസും റീ റീപ്രൊഡക്ഷൻ ഓഫ് പെയിൻറ്റിങ്സും ഒക്കെ എന്താ പറയുക, അതൊക്കെ ഇൻഹെറൻ്റ്ലി ബാഡായിട്ട് അവർ പറഞ്ഞു. അതായത് ഇതൊക്കെ കമ്മോഡിഫൈഡ് ആണ്, അതുകൊണ്ട് ഇത് ബാഡാണ്. പിന്നെ അവർ പറഞ്ഞു കൾച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹൈ കൾച്ചർ മാത്രമേ പറയാറുള്ളൂ. പിന്നെ വാട്ട് ഈസ് ബീയിങ് സോൾഡ് ആൻഡ് ബോട്ട്, ഇത് മാത്രമേ കൾച്ചറിനെ പറ്റി പറയാറുള്ളൂ. പിന്നെ കൾച്ചർ എന്ന് പറയുമ്പോൾ കമ്മോഡിഫൈഡ് ആയി. പിന്നെ ഹബേമാസ് വന്നു,